ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയും സങ്കടമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 13-ാം വയസ്സ് തൊട്ട് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പ്രായമെന്ന് പറയുന്നത് 18 വയസ്സായിട്ടേ ഉള്ളൂ. അതായത് പ്രായപൂർത്തിയായിട്ടുള്ളൂ. കാരണം 13-ാം വയസ്സിൽ തൊട്ട് 18 വയസ്സ് വരെ, അതായത് ഏകദേശം ഒരു 5 വർഷമായിട്ട് ആ കുട്ടി പീഡനത്തിന് ഇരയാകുകയായിരുന്നു. അതോ 1-2 പേരല്ല ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്, 62 പേരാണ്. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് 62 പേരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം, കാരണം അതിക്രൂരമായിട്ടുള്ള പീഡനത്തിൻ്റെ ഈ ഒരു സംഭവം ഇത്രയും വൈകിയാണല്ലോ അറിഞ്ഞതെന്ന് തന്നെ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഷോക്കാവും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഞെട്ടുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോലും ഇതുവരെയും ഇങ്ങനൊരു പീഡന വിവരം, അല്ലെ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട്, അല്ലെ പല ആൺ സുഹൃത്തുക്കൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കുട്ടി ഇതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നത്തിന് അടിമയാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നും തൻ്റെ മാതാപിതാക്കൾ പോലും തിരിച്ചറിഞ്ഞില്ല. ഇപ്പോൾ വാർത്തയിലും കാര്യങ്ങളിലൊക്കെ പറയുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ, കാരണം ഈ പെൺകുട്ടിക്ക് 13-ാം വയസ്സിൽ ഒരു ആൺകുട്ടിയുമായിട്ട് ആ കുട്ടി പ്രണയത്തിലാവുകയും ആ ആൺസുഹൃത്ത് വഴിയാണ് ഈ 62 പേര് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആൺസുഹൃത്ത് അതിനെ ഇഷ്ടം നടിച്ച് അതിനെ പലതവണയായിട്ട് പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ നഗ്ന ചിത്രങ്ങൾ ഫോണിൽ പകർത്തി അതിനെ ഭീഷണിപ്പെടുത്തുകയും, അതുപോലെ തന്നെ ഇതിൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. കാരണം ഇതിൻ്റെ മാതാപിതാക്കളുടെ കയ്യിലായിരുന്നു ഫോണുള്ളത്. അവരുടെ ഫോണിൽ വീഡിയോസും കാര്യങ്ങളും ഇട്ട് കൊടുക്കുകയും അവർക്കങ്ങനെ ഫോണും കാര്യങ്ങളും ഒന്നും മാതാപിതാക്കൾക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയായിരുന്നു ആ ഫോണും കാര്യങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഈ ആൺ സുഹൃത്തുക്കളെല്ലാവരും ഈ ഫോണിലേക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇട്ട് കൊടുക്കുകയും അതിനെ ഭീഷണിപ്പെടുത്തുകയും, വന്നില്ലെങ്കിൽ ഇതുപോലെ പൊതുസമൂഹത്തിൽ ഫുള്ള് ഇതുപോലെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം അയക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അതിനെ ഒരുപാട് പേര് പ്രഷർ ഇങ്ങനെ ആക്കിയാണ് ഈ പെൺകുട്ടിയെ പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റിൽ ഇത് പുറത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, CWCയിൽ, അതായത് നമുക്കെല്ലാവർക്കും ഈ കൗമാരക്കാർക്ക് ഈ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇന്നത്തെ പുതുതലമുറ അതിൽ പങ്കെടുക്കാൻ മടിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ വിവരം CWC വഴിയാണ് ഈ വിവരം ഇങ്ങനെ പുറത്ത് വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോക്കാവും. കാരണം ഒന്നോ രണ്ടോ പേരല്ല, 62 പേരുടെ പേരും ഡീറ്റെയിൽസും അതിൻ്റെ ഡയറിയിൽ നിന്നാണ് കിട്ടിയത്. കാരണം ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അതെല്ലാ കാര്യങ്ങളും എൻ്റെ ഡയറിയിൽ എഴുതിയായിരുന്നു. പക്ഷേ അത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞായിരുന്നു ഇത്രയും ഒരു സംഭവം നടക്കത്തില്ലായിരുന്നു.